ഹാപ്പി സൺഡേ. ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ കണ്ടന്റും കൊണ്ടുള്ള കണ്ടം വഴി ഓട്ടം തുടങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ നല്ല മഴയാണ് കൊച്ചിയിൽ. ഞാൻ ചെല്ലയൊക്കെ അടച്ചിട്ടുണ്ട് മഴയുടെ ഇരമ്പൽ നിങ്ങളിലോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൺഡേ പരിപാടികൾ എന്തൊക്കെയാണെങ്കിലും വൈകിട്ട് 9 മണിയാകുമ്പോൾ നിങ്ങളൊക്കെ ബിഗ് ബോസിന് മുന്നിൽ എത്തുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. സോ നമുക്ക് ഇന്നത്തെ എവിക്ഷനെ പറ്റി സംസാരിക്കാം. ഇത്തവണത്തെ എവിക്ഷൻ ചിന്തിക്കേണ്ടതാണ്. ലൈക്ക് അൺഫെയർ ഓർ ഫെയർ, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അൺഫെയർ അല്ലേ എന്നുള്ളൊരു തോട്ട് വന്നു. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എന്താണ്, പ്രേക്ഷകരാണ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നൊരു വൈബാണ് അല്ലേ. അപ്പം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ പുള്ളിയുണ്ടല്ലോ ജിഷിനും അബിയും ഔട്ടായി എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അവർ അത്യാവശ്യം കോണ്ടന്റ് കൊടുക്കുന്ന ആളുകളാണ് നല്ല രീതിയിൽ അല്ലെ. ഒരു സൈഡ് വലിവോ അല്ലെങ്കിൽ ഒരു സൈലന്റ് അവസ്ഥയോ അല്ലെങ്കിൽ ഒരു സേഫ് ഗെയിമറോ അല്ലെങ്കിൽ ടാസ്കിൽ മര്യാദയ്ക്ക് കളിക്കാതെ സംസാരം മാത്രമുള്ളവരോ അങ്ങനെ ഒന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരാണ്. എന്നിട്ട് അവരെ എവിറ്റായി എന്നാണ് കേൾക്കുന്നത്. സാബുമോൻ അവിടെ നിൽക്കേ ഇവരെന്തുകൊണ്ട് എവിറ്റായി എന്നൊരു ചോദ്യം എന്നിൽ വളരെയധികം വന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് സാബുമോനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാതെ. സാബുമോൻ 2 ആഴ്ച അവിടെ വന്നെങ്കിലും ഒരു പതുക്കെയുള്ള ഒരു ഗ്രാഫ് പൊന്തലാണ്. ആ ഒരു ഗ്രാഫ് പൊന്തൽ അത്ര സുഖമുള്ള പരിപാടിയല്ല ഈ ബിഗ് ബോസ്. പിന്നെ പ്രേക്ഷകരുടെ ഫിൽറ്ററിങ് ആണല്ലോ ഈ ഒരു വോട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും ഇപ്പൊ ഔട്ടാവേണ്ടവരല്ല. അവർ അത്യാവശ്യം കത്തിക്ക് നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. എന്താ അല്ലേ ലൈഫ് എന്ന് പറയുന്ന ഇതാണ് ബിഗ് ബോസ്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വാരിക്കൊരു കമന്റ് ചെയ്യാം.